തുടങ്ങിക്കോ. സ്ക്രീൻ കാണാനല്ലേ റഷീദ? കാണുന്നുണ്ട് മാം, കാണുന്നുണ്ട്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا فنعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് സൂറത്തു തകാസുറിന്റെ അവസാന പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാ ബിഇദ്നില്ലാ. റഷിദ, നമുക്ക് മ്യൂട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ 3-4 പേർക്ക് പറയാനായിട്ട്? മ്യൂട്ട് മാറ്റാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടോ? ഓക്കെ. നമുക്ക് ഉത്തരം പറയാനായിട്ട് ആൾക്കാർക്കുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ടോ? അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് സൂറത്ത് തകാസുർ എന്താണ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ. എന്താണ് അൽഹാക്കും? എന്താണ് അൽഹാക്കും? ആർക്ക് പറയാം? മാഷാ അല്ലാഹ്. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. അത്തകാസുർ, പരസ്പരം മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അൽഹാകുമുത് തകാസുർ, പരസ്പരം നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ. എന്താ അർത്ഥം? പറയാത്ത ഒരാൾ പറഞ്ഞേ. ഹത്താ സുർതുമുൽ മഖാബിർ. വേറൊരാൾ പറഞ്ഞേ. നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. കല്ലാ സൗഫ തഅലമൂൻ. എന്താ അർത്ഥം? കല്ലാ, വേണ്ട. സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. പിന്നീട് നിങ്ങൾ അറിയും അല്ലെ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. എന്താ അർത്ഥം? പിന്നെയും. സുമ്മക്കല്ല, പിന്നെയും വേണ്ട, പിന്നീട് നിങ്ങൾ അറിയും. പിന്നീട് നിങ്ങൾ അറിയും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. എന്താണ്? അല്ല, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ അല്ലെ, ഉറപ്പായ ദൃഢമായ അറിവ്. അറിവ് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഒറ്റ മിനിറ്റ്. അപ്പോ അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അടുത്ത ആയത്തിലേക്ക് പോവുകയാണ്, ബാക്കി ഭാഗത്തിലേക്ക് ഇൻഷാ അല്ലാഹ്. അതിനു മുന്നേ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ റിവിഷൻ ചെയ്ത് പോകാം. ഓക്കെ. ഏതാണ് നമ്മൾ നോർമലി പഠിച്ച സാധാരണ ബഹുവചനങ്ങൾ? എന്താണ് സാധാരണ ബഹുവചനങ്ങൾ? മുസ്ലിമുൻ എന്നുള്ളത് മുസ്ലിമൂന ബഹുവചനങ്ങൾ അല്ലെ. പുല്ലിംഗ ബഹുവചനങ്ങൾ എങ്ങനെ ഇരിക്കും? മുസ്ലിമുൻ, മുസ്ലിമൂന. അതേസമയം മുസ്ലിമത്തുൻ സ്ത്രീലിംഗമാണെങ്കിൽ എങ്ങനെ പറയും ബഹുവചനം? മുസ്ലിമാത്തുൻ അല്ലെ, മുസ്ലിമാത്തുൻ. ഓക്കെ. അപ്പൊ മുസ്ലിമുൻ, മുസ്ലിമൂന അല്ലെങ്കിൽ മുസ്ലിമീന. മുഅ്മിനൂൻ ആണെങ്കിലോ ബഹുവചനം എങ്ങനെ ഇരിക്കും? പുല്ലിംഗ ബഹുവചനം മുഅ്മിനൂന അല്ലെങ്കിൽ മുഅ്മിനീന. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സ്വാലിഹുൻ
ബഹുവചനം എങ്ങനെയിരിക്കും? പുല്ലിംഗ ബഹുവചനം സ്വാലിഹൂന അല്ലെങ്കിൽ സ്വാലിഹീന. മാഷാ അല്ലാഹ്. കാഫിറുൻ ബഹുവചനം എങ്ങനെയിരിക്കും? പുല്ലിംഗ ബഹുവചനം കാഫിറൂന അല്ലെങ്കിൽ കാഫിരീന. മുശ്രിക്കുൻ മുശ്രിക്കീന. ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാണ്, മറന്നു പോകരുതേ. ഇതൊക്കെ നമുക്ക് വേണ്ടി വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, നെക്സ്റ്റ് മുഅ്മിനത്തുൻ. അപ്പൊ സ്ത്രീലിംഗ ഏകവചനം അല്ലേ? സ്ത്രീലിംഗ ഏകവചനം. അപ്പൊ അതിന്റെ സ്ത്രീലിംഗ ബഹുവചനം എങ്ങനെ പറയും നമ്മള്? മുഅ്മിനാത്തുൻ അല്ലെ? മുഅ്മിനാത്തുൻ, മുഅ്മിനത്തുൻ, മുഅ്മിനാത്തുൻ. നെക്സ്റ്റ് സ്വാലിഹത്തുൻ, സ്വാലിഹാത്തുൻ, കാഫിറത്തുൻ, കാഫിറാത്തുൻ, മുശ്രിക്കത്തുൻ, മുശ്രിക്കാത്തുൻ, മുനാഫിഖത്തുൻ, മുനാഫിഖാത്തുൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ഓക്കെ, ക്ലിയർ ആയി. അപ്പം സാധാരണ ബഹുവചനങ്ങൾ നമ്മൾ കാണുന്നത് സ്ത്രീലിംഗ ഏകവചനം അല്ലെങ്കിൽ പുല്ലിംഗ ഏകവചനം ബഹുവചനം, സ്ത്രീലിംഗ ഏകവചനം ബഹുവചനം അല്ലെ? അങ്ങനെ നമ്മൾ ബഹുവചന രൂപങ്ങൾ രണ്ട് ടൈപ്പിൽ കാണാറുണ്ട്. ഇനി അസാധാരണ ബഹുവചനങ്ങൾ എങ്ങനെയാ കാണുക? ആ രൂപമേ മാറും അല്ലെ? യൗമുൻ, അയ്യാമുൻ, ശൈത്താനുൻ, എന്താണ്? ഷയാത്തീനു, ഷയാത്തീനു, യൗമുൻ, അയ്യാമുൻ, യദുൻ, യദുൻ, ഐദിൻ, ഐദിൻ, സദുറുൻ, സുദൂറുൻ, ബൈത്തുൻ, ബുയൂത്തുൻ, ഹബ്ലുൻ, ഹിബാലുൻ, ജബലുൻ, ജിബാൽ. മാഷാ അല്ലാഹ്. അപ്പൊ ഇതൊക്കെ അസാധാരണ ബഹുവചനങ്ങൾ അല്ലേ? നമ്മളല്ല പഠിച്ചു ഇസ്മുൻ, അസ്മാഉൻ, ഇതിനോടൊപ്പം പഠിച്ചില്ലേ? മാലുൻ, അംവാലുൻ അല്ലേ? ഇതാ ബാക്കി വരുന്നുണ്ട്. സമാഉൻ, സമാവാത്തുൻ അല്ലെ? ഇലാഹുൻ, ആലിഹത്തുൻ, ഇലാഹുൻ, ആലിഹത്തുൻ, ഐനുൻ, അഅയുനുൻ. കണ്ടോ? അഅയുനുൻ, ഐനുൻ കണ്ണ്, അയുനുൻ കണ്ണുകൾ അല്ലെ? ഐൻ കണ്ണ് നമ്മൾ പഠിക്കുവേ. അബ്ദുൻ, ഇബാദുൻ, അബ്ദുൻ, ഇബാദുൻ, മാലുൻ, അംവാലുൻ. ഓക്കെ, നമ്മൾ ഫുആദ് പഠിച്ചു, ഓർമ്മയുണ്ടോ? അഫ്ഇദ, ഫുആദുൻ, അഫ്ഇദത്തുൻ, നഫ്സുൻ, നുഫൂസുൻ, അൻഫുസുൻ അല്ലെ? മാഷാ അല്ലാഹ്. അപ്പൊ അസാധാരണ ബഹുവചനങ്ങൾ ഇങ്ങനെയുണ്ട്. ഓക്കെ, യൗമുൻ അസാധാരണ ബഹുവചനങ്ങൾ വരുന്നത് വേർഡുകളാണ്. നമ്മൾ നേരത്തെ നോക്കിയതാണ് ഇതൊക്കെ, അൽഹംദുലില്ലാഹ്. നെക്സ്റ്റ് നമ്മള് സൂറയിലേക്ക് പോയിട്ട് വെർബിലേക്ക് വരാം. നമ്മള് സൂറത്തിന്റെ ബാക്കി ഭാഗം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ നമ്മൾ പറഞ്ഞു വെച്ചത് എവിടെയാണ്? കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ അല്ലേ? അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലതറവുന്നൽ ജഹീം, ലതറവുന്നൽ ജഹീം. ഓക്കെ, ലതറവുന്ന. അപ്പൊ നിങ്ങള് അത് അറിഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ചു അല്ലെ? കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അപ്പൊ ദൃഢമായ അറിവ് അറിഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ചു. തുടർന്ന് പറയുകയാണ് ലതറവുന്നൽ ജഹീം. ഓക്കെ, ലതറവുന്നൽ ജഹീം, നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ലതറവുന്ന. അപ്പൊ ലാമും ഇന്നയും അത് സ്ട്രെസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുപോലെ പഠിച്ച വേറൊരു വേർഡ് ഉണ്ട്, ഓർമ്മയുണ്ടോ? ഇതേപോലെ പഠിച്ച, ഇതേ പാറ്റേണിൽ പഠിച്ച അതിനി വരുന്ന അല്ലാതെ നമ്മള് ഹുമസയിൽ പഠിച്ചു അല്ലെ? ലയുംബദന്ന ഫിൽ ഹുതമ അല്ലെ? കല്ലാ ലയുംബദന്ന. ഉണ്ടോ? അപ്പൊ ലായും ചേർത്ത് ഇന്നയും ചേർത്ത് വന്ന ഒരു പാറ്റേൺ അല്ലെ? ലതറവുന്നൽ ജഹീം. അപ്പം ആ നിശ്ചയം സ്ട്രെസ് ചെയ്ത് കാണിക്കാനാണ് ലായും ഇന്നയും ചേർത്ത് വന്നത്. അപ്പം നിശ്ചയമായും നിങ്ങൾ കണ്ടോ? ലതറവുന്ന, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എന്ത്? അൽ ജഹീമ. കണ്ടോ? ജ്വലിക്കുന്ന നരകത്തെ. അപ്പൊ ദൃഢമായ അറിവ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ ആ നരകം അല്ലെ, ആ അറിവ് എന്താണ്? നരകമാണല്ലേ? ആ നരകത്തെ പറ്റിയുള്ള അറിവ് നമ്മൾ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മള് എന്താണ്? തോന്നിയാസം ഒന്നും ചേർത്ത് കാണിക്കൂല അല്ലെ? തീർച്ചയായും നമ്മൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ജഹീം, ജ്വലിക്കുന്ന നരകം.
കണ്ടോ? തറൗന തറൗന്ന കേട്ടോ? നിങ്ങൾ ലതറൗന്ന തറോ ലതറൗന്ന തീർച്ചയായും നിശ്ചയമായി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എന്ത്? ജഹീം ജ്വലിക്കുന്ന നരകം. അപ്പൊ ലായും ഇന്നയും ചേർത്ത് വന്നതാണ് കേട്ടോ. ക്ലിയർ ആണോ? ആണ്. ജഹീം അതിന്റെ മറ്റൊരു പേരാണ് ജഹന്നം. ഓക്കെ, കണ്ടു എന്നാണ്. നമ്മൾ ഇനി വഴിയെ പഠിക്കുവേ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ ലതറൗന്നൽ ജഹീം ജ്വലിക്കുന്ന നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. പിന്നെയോ സുമ്മ ലതറൗന്നഹാ ഐനൽ യഖീൻ. സുമ്മ അറിയാം അർത്ഥം. പിന്നെ ലതറൗന്നഹാ എന്താണ്? നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ലതറോ കണ്ടോ? തറോ എന്നുള്ള വേർഡാണ്. ഇന്നയും സ്ട്രെസ് ചെയ്ത് കൊടുത്തു. ലതറൗന്നഹാ എന്താണ്? സ്ത്രീലിംഗത്തിനാണ് സാധാരണ യൂസ് ചെയ്യണത് അല്ലെ? അപ്പൊ നരകാഗ്നിയൊക്കെ എന്താണ്? സ്ത്രീലിംഗമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലതറൗന്നഹാ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. എങ്ങനെ? ഐനൽ യഖീൻ ദൃഢമായ കാഴ്ച. ഐൻ കണ്ണ് അല്ലെ? കാഴ്ച. ഐനിന്റെ ബഹുവചനം രണ്ട് രീതിയിൽ പറയും. അയ്യൂനും ഉണ്ട്, ഒയൂനും ഉണ്ട്. ഐൻ കണ്ണാണ്. കണ്ണുകൾ എന്നുള്ള അർത്ഥം ആയുനും. അതിന് വേറൊരു അർത്ഥമുണ്ട് അരുവി. അതിന് അർത്ഥം എന്താണ്? അരുവി എന്നുമുണ്ട്, കണ്ണുന്നുണ്ട്. അപ്പോ ഒയൂൻ എന്ന് പറയുമ്പോ എന്താണ്? അരുവികൾ. ഒയൂന് മൂസ. എളുപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒയൂന് മൂസ എന്ന് വെച്ചാൽ മതി. മൂസ നബിയുടെ അരുവി എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. എന്താണ്? മൂസ നബി പാറയില് വടി കൊണ്ടടിച്ചപ്പോ 12 സ്ഥലങ്ങളിൽ നിന്ന് ഉറവ പൊട്ടി വന്നു അല്ലെ? ആ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഒരു അരുവിയായി ഒഴുകുന്നു എന്ന് പറയുന്നു. അതിന് ഒയൂന് മൂസ എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിട്ട് ഒയൂന് മൂസ അലൈഹിസ്സലാം അങ്ങനെ വെക്കാം. ഓക്കെ, അയിനിന് കണ്ണുന്നുണ്ട് അർത്ഥം. പിന്നെന്താ അർത്ഥമുണ്ട്? അരുവി. കേൾക്കുന്നു എല്ലാരും? അതിന്റെ അർത്ഥം അരുവിന്നുണ്ട്, കണ്ണുന്നുണ്ട്. അപ്പൊ കണ്ണുകൾ എന്നുള്ളതിന് ബഹുവചനം എങ്ങനെയാ? അയൂനുൻ. എങ്ങനെ? ഐനുൻ അയൂനുൻ. അരുവി എന്നാണെങ്കിലോ ഒയൂനുൻ. കണ്ടോ? ഒയൂനുൻ. ക്ലിയർ ആണോ? പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ്? ക്ലിയർ ആണല്ലോ? പോവല്ലോ? അപ്പൊ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. എന്താണ്? ആ ദൃഢമായ കാഴ്ച. ഐനൽ യഖീൻ. ആ ദൃഢമായ കാഴ്ച നിങ്ങൾ കാണുക തന്നെ ചെയ്യും അല്ലെ? ഒരു സംശയവും വേണ്ട അല്ലെ? നമ്മള് ഇതെല്ലാം ആ നരകത്ത് നമ്മൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതുസ്അലുന്ന. സുമ്മ പിന്നെ ലതുസ്അലുന്ന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. നോക്കിയേ, സുമ്മ ലതുസ്അലുന്ന. സഅല ചോദിച്ചു എന്നാണേ. സുആൽ ചോദ്യം. ലതുസ്അലുന്ന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ ലായും ഇന്നയും വന്ന അടുത്ത വാക്കാണ്. ലതുസ്അലുന്ന ലതറൗന്ന. കാണുന്നുണ്ടോ വാക്കുകള്? അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല അല്ലെ? ഒട്ടുമേ സംശയം ഏതും തന്നെ ഇല്ല. അത് നമ്മൾ കാണുക തന്നെ ചെയ്യും. അപ്പൊ ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് തുടർന്ന് പറഞ്ഞ ഈ ആയത്തുകളൊക്കെ. സുമ്മ പിന്നെ ലതുസ്അലുന്ന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമ ഇദിൻ അന്നേ ദിവസം. അപ്പൊ നോക്കിയേ, യൗമുൻ ദിവസം, അൽ യൗമു ഇന്നേ ദിവസം, യൗമ ഇദിൻ അന്നേ ദിവസം. നോക്കിയേ, യൗമുൻ ദിവസം, അൽ യൗമു ഇന്നേ ദിവസം, യൗമ ഇദിൻ അന്നേ ദിവസം. ഓക്കെ, അപ്പൊ അന്നേ ദിവസം നിങ്ങൾ എന്ത് ചോദിക്കപ്പെടും? അനിൻ നഈം. അനിൻ നഈം. നഈം അറിയാലേ? സുഖ, അനുഗ്രഹം, അനുഗ്രഹം അല്ലെ? അൻ അറിയാം. അന്നിന്റെ കൂടെ നഈം ചേർത്താണ് അനിന്നഈമായത് അല്ലെ? അൻ എന്താ അർത്ഥം? പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്താ അർത്ഥം? കുറിച്ച് അല്ലെ? കുറിച്ച്, പറ്റി എന്നൊക്കെ പറയാം അല്ലെ? അനിന്നഈം സുഖാനുഗ്രഹത്തെ പറ്റി, സുഖാനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്ന വിഷയം എന്താണ്? ഈ ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാരി കോരി തന്നിട്ടുണ്ട് അല്ലെ? ഇതിനെപ്പറ്റി എല്ലാം നാളെ റബ്ബ്
നമ്മളോട് ചോദിക്കാതെ നമ്മളെ കാല് അല്ലെ, നമ്മുടെ പരലോകത്ത് നിന്ന്, നമ്മുടെ മഹ്ശറ മൈതാനിയിൽ നിന്ന് നമ്മുടെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല സൂറത്ത് ഇസ്രായിൽ പറയുന്നുണ്ട്. നിശ്ചയമായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെല്ലാം തന്നെ അത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാകും. ഇസ്രായേൽ 36-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു, 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഖിയാമത്ത് നാളിൽ ആദമിന്റെ മകൻ, അതായത് മനുഷ്യന്റെ കാലടികൾ വിചാരണ നിലയം വിട്ട് നീങ്ങുകയില്ല. എല്ലാവർക്കും അറിയുന്നുള്ള വിഷയമാണ്, എന്നാലും ഒന്ന് നോട്ട് ചെയ്തോളേ. എന്തൊക്കെയാണ്? അവന്റെ ആയുഷ്കാലത്തെ പറ്റി, അവന്റെ ആയുഷ്കാലത്തെ പറ്റി അത് എന്തിൽ വിനിയോഗിച്ചു തീർത്തു എന്ന്, അല്ലെ? അവന്റെ ആയുഷ്കാലത്തെ പറ്റി അത് എന്തിൽ വിനിയോഗിച്ച് തീർത്തു എന്നും, അവന്റെ യുവത്വത്തെ പറ്റി, അവന്റെ ആ പ്രായം, അല്ലെ, യുവത്വം എന്തിൽ നശിപ്പിച്ചുവെന്നും. 3, പിന്നെ അവന്റെ ധനത്തെ പറ്റി, അത് എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിൽ ചിലവഴിച്ചു എന്നും. അവന്റെ അറിവ്, അവൻ നേടിയ അറിവ്, അവൻ എന്താണ് പ്രവർത്തിച്ചത് എന്നും ചോദ്യം ചെയ്യപ്പെടാതെ അല്ലെ, നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് കഴിയാതെ നമ്മുടെ കാലടികൾ വിചാരണ നിലയം വിട്ട് നീങ്ങുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? നമ്മൾക്ക് ഈ കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾ, സുബ്ഹാനല്ലാഹ്, വെള്ളമാവട്ടെ, എന്തെല്ലാം, വെള്ളം, വായു, നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്നു. എല്ലാം നമുക്ക് അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. ഏറ്റവും പ്രധാനം ഈ ചോദിച്ച കാര്യങ്ങൾ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ 5 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ യഥാവിധി നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും, അല്ലെ? അപ്പൊ നമ്മൾ എന്താണ്? സൂക്ഷ്മമായി ജീവിക്കും, അല്ലെ? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കും. ഏത് കാര്യവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നൊക്കെ വളരെ നമ്മൾ സൂക്ഷ്മമായി ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും, അല്ലെ? ഓരോ മുസ്ലിമും ഒക്കെ എന്തായിരിക്കും? ഇതിനെപ്പറ്റി നാളെ നമുക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കേണ്ട ഒരു സമയം വരും, അല്ലെ? ഇൻഷാ അല്ലാഹ് ലാ തുസ്അലുന്ന, അല്ലെ? നമ്മളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെന്താണ്? നമ്മളത് കാണുകയും എല്ലാം, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നാളെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതുകൊണ്ട് താക്കീത് ചെയ്യണം, അല്ലെ? എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചോളേൻ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അലസരാവരുത്, അല്ലെ? അശ്രദ്ധരാകരുത്. നിങ്ങൾക്ക് തന്ന സമ്പത്തും ആരോഗ്യവും സന്താനവും എല്ലാം നിങ്ങൾക്ക് പെരുമ നടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെ? നിങ്ങൾ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. എന്ത്? പരസ്പരം പെരുമ നടിക്കൽ. തകാസുർ ഏതുവരെ? ഹത്താ സൂർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടം വരെ ഉള്ളൂ. നിങ്ങളുടെ ഈ പെരുമയൊക്കെ വെറുതെയാണ്, അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ റൂഹ് ഈ നിമിഷം പിരിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? നമ്മളതെല്ലാം ഇട്ടേച്ച് പോകും, അല്ലെ? എന്തെങ്കിലും കൊണ്ടുപോകും? ഒന്നുപോലും കൊണ്ടുപോകില്ല. 3 കാര്യങ്ങൾ മാത്രം, അല്ലെ? ഏത് കാര്യങ്ങളാണ്? ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയത്തിൻ ഔ വലദിൻ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. അതായത് 3 കാര്യങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ബാക്കി എല്ലാം മുറിഞ്ഞു പോയി, ഈ 3 കാര്യങ്ങൾ ഒഴിച്ച്. ഏതൊക്കെയാ? സ്വതക്കത്തിൻ ജാരിയ, സ്വതക്ക, നാഫിയായ ഇൽമ്, അറിവ്, അല്ലെ? നമ്മൾ പകർന്നു നൽകിയ നല്ലതായ അറിവുകള്. 3 സ്വാലിഹായ സന്താനങ്ങൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. ചിന്തിക്കണം, അല്ലെ? ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആകെ മിച്ചമുള്ളത്. പക്ഷെ ദുനിയാവിൽ മനുഷ്യൻ എന്താ വിചാരിക്കുന്ന? നമുക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കലാകാലം ഇവിടെ ഇരിക്കാമെന്ന് കരുതി അഹങ്കാരം നടിക്കുന്നു, അല്ലെ? അതെല്ലാം വെറുതെയാണെന്ന് അല്ലാഹു പറയുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, കണ്ടോ? ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നവരെ മാത്രമേ ഉള്ളൂ. കല്ലാ സൗഫ തഅലമൂൻ, വേണ്ട, നിങ്ങൾ അറിയും, പിന്നീട് അറിയും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വേണ്ട കേട്ടോ, നിങ്ങൾ ഇങ്ങനെയൊന്നും അഹങ്കരിക്കേണ്ട, പിന്നീട് നിങ്ങൾ അറിയും.
കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ആ ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. അല്ലെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ഇതിനെ പറ്റി പറഞ്ഞു തരുന്നത്. ലതറവുന്നൽ ജഹീം. ഓക്കെ, നിശ്ചയമായി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ജ്വലിക്കുന്ന നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഒരാൾ ഈ അർത്ഥം ഒന്ന് പറഞ്ഞേ. നിശ്ചയമായി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ജ്വലിക്കുന്ന നരകം. നരകം, ജ്വലിക്കുന്ന നരകം. അടുത്തത് സുമ്മ പിന്നെ ലതറവുന്നഹ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ ദൃഢമായ കാഴ്ച. സുമ്മ പിന്നീട് ലതറവുന്നഹ ലതുസ്അലുന്ന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ അന്ന് സുഖാനുഗ്രഹങ്ങളെ പറ്റി സുഖാനുഗ്രഹത്തെ പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഇനി ഒരാളൂടെ പറയാവോ? പിന്നെ ഒരാളെ അതിനും കാഴ്ച, ദൃഢമായ കാഴ്ച. പിന്നെയോ പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. സുഖാനുഗ്രഹത്തെ പറ്റി ചോദിക്കുക തന്നെ ചെയ്യും. അപ്പൊ യൗമിന്റെ അർത്ഥം എന്താ? ദിവസം. അൽ യൗമ ഇന്നേ ദിവസം. യൗമ ഇതിൻ അന്നേ ദിവസം. അതിന്റെ ബഹുവചനം എന്താ? ഐനുൻ. കണ്ണാണെങ്കിൽ ഐനുൻ. അരുവിയാണെങ്കിലോ ജഹന്നമിന്റെ മറ്റൊരു പേരാണ് ജഹീം. അല്ലെ? നരകത്തിന് നമുക്ക് പഠിച്ച പേരുകൾ, പല പേരുകളുണ്ട്. അല്ലെ? ജഹീം, ജഹന്നം, അന്നാർ, പിന്നെ എന്താണ് ഹുത്തമ, ഒരുപാട് പേരുകൾ, ധാരാളം പേരുകൾ വരുന്നുണ്ട്. പിന്നെ എന്താണ് സഖർ. ഓരോ പേര് നരകത്തിന്റെ ഓരോ പാർട്ടുകളാണ്. അത് നരകത്തിന്റെ പേരുകൾ തന്നെയാണ്. അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ ഇനി ഒരാളൂടെ പറഞ്ഞ അർത്ഥം. അടുത്ത ഒരാൾ പറഞ്ഞേ, പറയാത്തൊരാള്. നിശ്ചയമായി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീം ജ്വലിക്കുന്ന നരകം. സുമ്മ പിന്നെ ലതറവുന്നഹ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ ദൃഢമായ കാഴ്ച. സുമ്മ പിന്നീട് ലതുസ്അലുന്ന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ അന്ന് ഇനി ഒരാളൂടെ പറഞ്ഞേ. ഇത് അർത്ഥം എല്ലാവർക്കും ക്ലിയർ ആണോ? തറവായോ? ഞാൻ പറയട്ടെ ടീച്ചർ. പറയാം. അവര് പറയട്ടെ. പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി, കേൾക്കാം. നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീം ജ്വലിക്കുന്ന നരകം. സുമ്മ പിന്നെ ലതറവുന്നഹ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ ദൃഢമായ കാഴ്ച. സുമ്മ പിന്നീട് ലതുസ്അലുന്ന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ അന്ന് അനിന്നഈം സുഖാനുഭവത്തെ പറ്റി. അപ്പൊ തുസ്അലൂന നിങ്ങൾ ചോദിക്കപ്പെടും. അപ്പൊ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞില്ല. തുസ്അലുന്ന. കണ്ടോ? തുസ്അലുന്ന, ലതറവുന്ന. കണ്ടോ? ലയുംബദന്ന. കണ്ടോ? വേർഡ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ലാമും ഇന്നയും കൂടെ ചേർന്ന് വരുന്നത് കേട്ടോ. സ്ട്രെസ് ചെയ്യാനാണ് കേട്ടോ. ഇന്ന ലാം. ഇപ്പം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അവിടെ ഇന്നയും ലാമും പ്രത്യക്ഷത്തിൽ തന്നെ വന്നു. അല്ലെ? ഇന്നാന്ന് തന്നെ വന്നു. ഇവിടെ ലായും ഇപ്പുറത്ത് ഇന്നയുടെ ഇന്നായും. ഹംസ അലിഫ് ഹംസ കസ്റ വിട്ടിട്ട് ലതറവുന്നഹ ലതുസ്അലുന്ന. കണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? വാക്കിന്റെ അർത്ഥം കാണുക. ഏതാണ്? തറ എന്ന് പറഞ്ഞപ്പോ കണ്ടു. തറ നീ കണ്ടു, കാണുന്നു.
നീ കാണുന്നു. ഓക്കെ, തറ കേട്ടോ. അപ്പൊ തറ എന്ന് പറയുമ്പോ നിങ്ങൾ കാണുന്നു. ഓക്കെ, അതിന്റെ എന്നാണ് റൂട്ട് വേർഡ്. റായും അലിഫ് ഹംസ അങ്ങനെ അത് നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. ഇപ്പൊ നമ്മള് അത് നോക്കണ്ട, ജസ്റ്റ് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വഴിയെ അതിലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറ, ബറക്കല്ലാഹു ഫീ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളവർക്ക് പറയാം. അപ്പൊ എല്ലാരും കാണാതെ പഠിക്കും. ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ എന്താണ് രഹസ്യം. ഇതാണ് അല്ലെ, നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കലാണ്. അപ്പൊ വേർഡുകളൊക്കെ, ഈ വാക്കുകളൊക്കെ നിങ്ങൾക്കങ്ങ് മനസ്സിലങ്ങ് പതിയും. ഇല്ലേ? ക്ലിയർ ആണോ എല്ലാരും? ബോറടിക്കുന്നോ? ക്ലിയർ ആണ്. മാഷാ അല്ലാഹ്, ബോറൊന്നുമില്ല. എത്ര പേരുണ്ട് ക്ലാസ്സിൽ ഇപ്പോ? 190. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന ഗ്രാമർ, അതായത് നമുക്കറിയാം അറബിക് പദങ്ങളെ 3ആക്കി ഡിവൈഡ് ചെയ്തു. എന്താക്കി? 3 ഏതൊക്കെയാ ഒന്ന് പറയാവോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഇസ്മ അല്ലെ, നാമം, അവ്യയം, ക്രിയ. അപ്പൊ നാമം എന്ന് പറയുമ്പോ അറിയാം അല്ലെ, പേരിനെ കുറിക്കുന്നത്. പേരെന്ന് പറയുമ്പോ സാധനം, വസ്തു, സ്ഥലം, ആൾക്കാര്, ഒരാശയം ഒക്കെ ആവാം അല്ലെ, അതിനെ സൂചിപ്പിക്കുന്നതാണ് നാമം. നാമത്തിന് പകരം നിൽക്കുന്ന പ്രധാനപ്പെട്ട 7 പേരെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ആരൊക്കെയാ? ഹുവാഹും, അൻത, അൻതും, അനാ, നഹ്നു, ഹിയ. അപ്പൊ ഇവരെ ആഡ് ചെയ്ത് നമ്മൾ പറയുന്ന വിധമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചത്. നാമത്തോടൊപ്പം. ഫോർ എക്സാമ്പിൾ ദീൻ എന്ന് പറഞ്ഞു. ദീനിന്റെ കൂടെ എങ്ങനെ ഇവരെ ആഡ് ചെയ്യും സർവനാമങ്ങളെ? ദീനുഹു, വലത് കൈ വലതുവശത്തേക്ക് ചൂണ്ടിക്കൊണ്ട്, വിത്ത് TPI മസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും വലതുവശത്തേക്ക് കൈ ചൂണ്ടി. ദീനുഹു, ദീനുഹും. ബാക്കി പറഞ്ഞോളി. ഓക്കെ, അപ്പം നാമങ്ങളോട് ചേർത്ത് പറയാൻ അറിയാം. ഫോർ എക്സാമ്പിൾ റബ്ബു ഒന്നും കൂടെ. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക, റബ്ബുക്കും, റബ്ബി, റബ്ബുന, റബ്ബുഹ. നെക്സ്റ്റ് അവ്യയങ്ങൾ. ആരൊക്കെയാ അവ്യയങ്ങൾ നമ്മൾ പഠിച്ചു? ഏതൊക്കെയാ? ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഒന്നിനോട് ചേരുമ്പോ മാത്രം പൂർണ്ണമായ അർത്ഥം ഉണ്ടാകുന്നതുമാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ ബിസ്മില്ല, ബി അല്ലെ. അപ്പൊ നാമത്തിൽ ബി ചേർത്തപ്പോ ഇൽ അല്ലെ. ബി ഒരു വേർഡിനോട് ചേർത്ത്, ഇസ്മിനോട് ചേർത്തപ്പോ നാമത്തിൽ, അപ്പൊ പൂർണ്ണ അർത്ഥമായി. അപ്പം അതുപോലെ പഠിച്ച അവ്യയങ്ങൾ ഏതൊക്കെയുണ്ട് പറഞ്ഞോളി. ഇല, അല അല്ലെ. ബി, ഫി, ഇല, അല, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഫീ വെച്ചിട്ട് നമുക്ക് ഈ അവ്യയങ്ങളോടൊപ്പം നമുക്ക് ഈ സർവനാമങ്ങളെ ചേർക്കണം. എങ്ങനെ പറയും? ഫീഹി, ഫീഹിം, ഫീക, ഫീക്കും, ഫിയ, ഫീന, ഫിഹ. ഓക്കെ, ഇല വെച്ചെന്ന് പറഞ്ഞേ. ഇലൈഹി, ഇലൈഹിം, ഇലൈക, ഇലൈക്കും, ഇലയ്യ, ഇലൈന, ഇലൈഹ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മഅ വെച്ചെന്ന് പറഞ്ഞേ. ഓർമ്മയുണ്ടോ നോക്കട്ടെ. മഅ ഒപ്പം. മഅക്കും, മഈ, മഅന, മഅഹ അല്ലെ. മഅഹ. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. അടുത്ത നമ്മൾ വന്നത് വെർബിലേക്കാണ് അല്ലെ. വെർബ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയ എന്ന് പറഞ്ഞാല് കാലവുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം. എന്താണ്? കാലവുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം. വേണമെങ്കിൽ എഴുതി നിങ്ങൾ വെച്ചോളാം, അപ്പൊ മറക്കില്ല. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞു ഫതഹ. തുടക്കം നമ്മൾ ഒരു വെർബ് പറഞ്ഞു, ഒരു ക്രിയ ഫതഹ. അപ്പൊ അവരില് ഈ വേർഡില് നമുക്ക് ഈ ഹുവാഹും അൻതാൻതും അനാനഹനും എങ്ങനെ കാണാൻ പറ്റും നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഏതിലാ? വെർബില്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫതഹ, വലതുവശത്തേക്ക് കൈ ചൂണ്ടി, ഒരു വെള്ളം ചൂണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഫതഹ. ഓക്കെ, ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു അല്ലെ. കൈ 4 വിരൽ ചൂണ്ടി, പിന്നെ മുന്നിലേക്ക് ചൂണ്ടി ഫതഹ്ത
ഫതഹ്തു ഫതഹ്തു ഫതഹ്ന. അപ്പൊ എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇനി അപൂർണ ക്രിയ വേണോന്ന് പറഞ്ഞു. ഇതെന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞത് പൂർണ്ണക്രിയ, കഴിഞ്ഞ കാര്യം. അവൻ തുറന്നു. ഇനി നമുക്ക് പറയണം അവൻ തുറക്കുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ അവൻ തുറക്കും എന്ന് പറയണം, അല്ലെ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ടെൻസ്, അതായത് കാലവുമായി ബന്ധപ്പെട്ട് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന, അതായത് വെർബ് ക്രിയകളിൽ പറയാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെയാ? കഴിഞ്ഞ കാര്യവും അടുത്തത് നടക്കുന്നതും വരാൻ പോകുന്നതുമായ കാര്യത്തിനും ഒരേ വേർഡാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു ഫതഹ. ഇനി എങ്ങനെയാ നടക്കുന്നത്, തുറക്കുന്നു എന്ന് എങ്ങനെ നമ്മൾ പറയും? യഫ്തഹു യഫ്തഹൂന, തഫ്തഹു തഫ്തഹൂന, അഫ്തഹു നഫ്തഹു നഫ്തഹു. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു കൽപ്പിക്കണോ, അല്ലെ? നമുക്ക് നീ ചെയ്യ് എന്ന് എങ്ങനെ പറയും? ഇഫ്തഹ്. നിങ്ങൾ ചെയ്യുന്ന എങ്ങനെ പറയും? ഇഫ്തഹു. നിങ്ങൾ തുറക്കൂ, അല്ലെ? ഇഫ്തഹ് ഇഫ്തഹു. ഇനി ചെയ്യരുത്, നീ ചെയ്യരുത്. ലാ തഫ്തഹു, ലാ തഫ്തഹു, നിങ്ങൾ തുറക്കരുത്. ഇനി ചെയ്യുന്നവൻ നമ്മൾ എന്ത് പറയും അറബിയിൽ? ആ പ്രവൃത്തി ചെയ്യുന്നവനെ ഫാത്തിഹൻ, തുറക്കുന്നവൻ. മഫ്തൂഹൻ, തുറക്കപ്പെടുന്നത്, അല്ലെ? തുറക്കപ്പെടുന്നവൻ. പിന്നെ എന്താണ്? ഫത്ഹൻ. ഓക്കെ. അപ്പൊ ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ആരൊക്കെയാ നമ്മൾ പറഞ്ഞു? ഫത്തഹയുടെ ഗ്രൂപ്പിൽ പെടുന്ന ആരൊക്കെയാന്ന് പറഞ്ഞേ? ഫത്തഹയിൽ പെടുന്ന ആരൊക്കെയാ? ആ ഫാമിലിയിലുള്ള ആൾക്കാരെ പറഞ്ഞേ. ഓർമ്മയുണ്ടോ നോക്കട്ടെ? മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്, ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. ഫഅല, ഫതഹ, ജഅല, നഫഅ, ബഅസ, ലഅന, അല്ലെ? ശഫഅ, മനഅ, റഫഅ, ദഹബ, ജമഅ, അല്ലെ? നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ദറബ, യദ്രിബു, അല്ലെ? ദറബയിൽപ്പെട്ട ഗ്രൂപ്പിൽ ആരൊക്കെ വരും? ദറബ, വലമ, സ്വബറ, ഗഫറ, റജഅ, കദബ, കസബ, അറഫ. ഇവിടെ വരെ നമ്മൾ പഠിച്ചു, അല്ലെ? ഓർമ്മയുണ്ടോ? ഈ ഗ്രൂപ്പ് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. ദറബ, വലമ, സ്വബറ, ഗഫറ, റജഅ, കദബ, കസബ, അറഫ. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹമല. അപ്പൊ ഇത് രണ്ടാമത്തെ പാറ്റേൺ ആണ്. ഇവരിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം എന്താണ്? അത് ആ ഫതഹ യഫ്തഹു എന്നുള്ളത് മാറിയിട്ട് എന്ത് വരും? അത് ദറബ യദ്രിബു, അല്ലെ? അപ്പൊ ഹമല യഹ്മിലു. അപ്പൊ ദറബ യദ്രിബു പാറ്റേൺ ആണ്. നമ്മൾ അതിലേക്ക് പോകാം. പുതിയ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ്. റെഡി ആണോ എല്ലാവരും? ഹമലയാണ്. ഹമലയുടെ അർത്ഥം എന്താണ്? വഹിച്ചു, ചുമന്നു, കേട്ടോ? യഹ്മിലൂന അർശ റബ്ബിക എന്ന് നമ്മള് ഓതാറുണ്ട്, അല്ലെ? അർശിനെ ചുമക്കുന്ന മലക്കുകൾ, ഹമല. അപ്പൊ ഹമല, ഹമലു. റെഡിയാണോ എല്ലാരും? വലതുവശത്തേക്ക് കൈ ചൂണ്ടി ഒന്ന് പറഞ്ഞേ. ഹമല, ഹമലു, ഹമൽത, ഹമൽതും, ഹമൽതു, ഹമൽന. അടുത്ത കൈ ഉയർത്തിയിട്ട് യഹ്മിലു, യഹ്മിലൂന, തഹ്മിലു, തഹ്മിലൂന, അഹ്മിലു, നഹ്മിലു. ഇനി കൽപ്പന എങ്ങനെ പറയും? ഇഹ്മിൽ, ഇഹ്മിലു, ലാ തഹ്മിൽ, ലാ തഹ്മിലു. ഹാമിലുൻ, ചുമക്കുന്നവൻ. മഹ്മൂലുൻ, ചുമക്കപ്പെടുന്നത്, അല്ലെ? ഹംലുൻ, ചുമക്കൽ, വഹിക്കൽ. ഓക്കെ. ഹിയ ഹമലത്, സ്ത്രീലിംഗം. ഹിയ തഹ്മിലു. ഓക്കെ. ക്ലിയർ ആണോ? ഇത്രയും ഇതുവരെ പറയാത്ത ഒരാളൊന്ന് പറഞ്ഞേ. മ്യൂട്ട് ഒന്ന് മാറ്റി കൊടുത്തേ. ഇതുവരെ പറയാത്ത ഒരാളൊന്ന് പറഞ്ഞേ. ഷബാന ഉണ്ടോ? റഹീന, ബി ഫാത്തിമ. ഞാൻ പറയട്ടെ? ആരാണ്? പേര് പറയൂ. ഫാത്തിമ. പറഞ്ഞോളി. ഹമല, അമലു, അമൽത, അമൽതും, അമൽതു, അമൽന. ഹമൽന. പറയണേ. ഓക്കെ. മിലു, യഹ്മിലൂന, തഹ്മിലു, തഹ്മിലൂന, നഹ്മിലു, നഹ്മിലു. മാഷാ അല്ലാഹ്. കൽപ്പന എങ്ങനെ പറയും? ഇഹ്മിൽ, ഇഹ്മിലു, ലാ തഹ്മിൽ, ലാ തഹ്മിലു, ഹാമിലു, മഹ്മൂലുൻ, ഹംലുൻ. ഹിയ ഹമലത്, ഹിയ തഹ്മിലു, തഹ്മിലു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. മുന്താസ് ഉണ്ടോ? മുനീറ ഉണ്ടോ? ടീച്ചറെ ഞാൻ പറയാം. ആരാണ്? പേര് പറയൂ.
മാഷാ അല്ലാ പറയും. حملوا حملت حملنا يحمل يحملون تحمل تحملون نحمل احمل لا تحمل تحمل حامل محمول حمل هي حملت تحمل تحمل. ما شاء الله جزاكم الله خيرا بارك الله فيك أحسنتم. نزين عندو أفنيدا نصرين بفاطمة ممداستا منيرة റംലാത്ത റസിയ റഹീന. ഞാൻ പറയാ പേരെന്താ? റംലാത്ത. حمل حملوا حملت حملتم حملت حملنا يحمل يحملون تحمل تحملون أحمل نحمل يحمل يحملوا تحمل لا تحملوا حامل محمول حمل هي تحمل. ما شاء الله. الحمد لله جزاكم الله خيرا بارك الله فيك أحسنتم. ഇനി അടുത്ത ആരാണ്? ഞാൻ പറയട്ടെ. ആരാ? പേരെന്താണ്? മുംതസ്. മുംതാസ് പറഞ്ഞോളൂ. മാഷാ അല്ലാ. എല്ലാവരും ശബ്ദം കേൾക്കുമ്പോൾ വളരെ സന്തോഷം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോ നിങ്ങളൊക്കെ വരുന്നത്. മാഷാ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഓക്കെ ജസാക്കല്ലാഹ്. ഹമല ഹമലു ഹമൽത ഹമൽതും ഹമൽതു ഹമൽനാ യഹ്മിലു യഹ്മിലൂന തഹ്മിലു തഹ്മിലൂന അഹ്മിലു നഹ്മിലു ഇഹ്മിൽ ഇഹ്മിലു ലാ തഹ്മിൽ ലാ തഹ്മിലു ഹാമിലുൻ മഹ്ലൂമുൻ ഹംലുൻ ഹിയ ഹമൽത ഹിയ ഹമലത്ത് ഹിയ തഹ്മിലു. ഇടയ്ക്ക് കട്ടായി കേട്ടോ, അതാ കേൾക്കാത്തത്. കംപ്ലീറ്റ് പറഞ്ഞല്ലേ? അത് ഇവിടെ നെറ്റ് പോയത്. എളുപ്പമാണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഈ അടുത്ത വാക്ക്, അടുത്ത വേർഡ് ചിന്തിച്ചു. നമ്മൾ ഈ പഠിക്കുന്ന വാക്കുകൾ അർത്ഥം കൂടെ ഒന്ന് പഠിച്ചോണം. അപ്പൊ ഈസിയാണ് കേട്ടോ. അത് നമ്മൾ പഠിച്ചു. ഗൊറബ എന്താണ്? അടിച്ചു. ഗോലമ എന്താ അർത്ഥം? ആക്രമിച്ചു, ആക്രമണം ചെയ്തു. സോബറ, സോബറ എന്താ? ക്ഷമിച്ചു. ഓഫർ എന്താ? ഓഫറോ കൊടുത്തു. റജഅ മടങ്ങി അല്ലേ? റാജിഊൻ റജഅ മടങ്ങി. കദബ കളവ് പറഞ്ഞല്ലേ? കളവ് പറഞ്ഞു. കസബ, കസബ ഈസി നമ്മൾ പഠിച്ചതാണ്. കസബ സമ്പാദിച്ചു. കസബ് പഠിച്ചല്ലേ? കസബ് അൻഹുമാലു വമ കസബ് അല്ലേ? പഠിച്ച വാക്കുകളൊന്നും മറക്കരുതേ. ഓക്കെ. അറഫ, അറഫ എന്താണ്? അറിഞ്ഞു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ലേ? അറഫയില് ഡൗട്ട് പറഞ്ഞു. പിന്നെ ഇർഫാനിനുണ്ട് മാരിഫത്തിനുണ്ട് അല്ലെ? രണ്ടും ഉണ്ട് കേട്ടോ. എന്റെ ക്രിയാധാതു കർത്താവ് കർമ്മം ക്രിയാധാതു ആരോ ഡൗട്ട് പറഞ്ഞു. നമ്മൾ ടെക്സ്റ്റിൽ ഒന്നാ കൊടുത്തിരിക്കുന്നത്, പക്ഷെ രണ്ടും ശരിയാണേ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന ഹമല പഠിച്ചു. അടുത്ത അഖല. അഖല എന്താണ്? ചിന്തിച്ചു അല്ലെ? ഖുറാനില് ധാരാളം വന്നിട്ടുള്ള 49 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹമല 50 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മൾ എത്ര വേർഡുകളാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് അല്ലെ? ഈ ഒരു മെത്തേഡ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ? അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ഈ കിട്ടിയ ഈ ഒരു നിധി നമുക്ക് കിട്ടിയ ഒരു മുത്താണ് അല്ലെ? ഒരു പവിഴമാണ്. കടലിന്റെ അടിയിൽ നിന്നല്ല, ഏറ്റവും ആഴത്തിൽ നിന്ന് കിട്ടിയ വിലപ്പെട്ട ഒരു സംഭവമാണ് ഇത്. നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. ഇങ്ങനൊരു സംഭവം ഉണ്ട്, പഠിക്കാൻ വരും, ഓടി വരും. കാരണം ഇപ്പൊ ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതായത് സെം ഫസ്റ്റ്, ഇപ്പൊ സെം നമ്മൾ 2 ആയില്ലേ? ഫസ്റ്റ് ബാച്ച് വേറൊരു ഗ്രൂപ്പിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരമാണ്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് പലർക്കും. ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ട്, അതൊന്നും ഒരു വിഷയമേ അല്ല. ഇല്ലാത്തവരത് അറിയിക്കുക, പേഴ്സണലായിട്ട് എന്നെ അറിയിക്കുക. അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരാം. പക്ഷെ നിങ്ങൾ അറിയിക്കുക, ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ? അതാണ് നമ്മുടെ ഡ്യൂട്ടി അല്ലെ? ഇതൊക്കെ മുറിഞ്ഞു പോകാത്ത അറിവുകളാണ് അല്ലെ? നഷ്ടപ്പെടാത്ത
ഒരിക്കലും നിലയ്ക്കാത്ത പ്രതിഫലം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഖബറിലും പരലോകത്തും ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഏറ്റവും അധികം അത്രയും വിലപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഈ അറിവിലെ അള്ളാഹുവിനെ പറ്റി പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ഈ അറിവ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുഖാന്തരം ഒരാൾ എഴുതുകയും പഠിക്കുകയും ചെയ്ത് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം പ്രതിഫലമാണല്ലേ പണം മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ അല്ലെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ ഇതിലൂടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ. അപ്പം നെക്സ്റ്റ് ചിന്തിച്ചു, എന്താണ് അഖല? ആർക്ക് പറയാം? ഒരുമിച്ചൊന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കാം. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ഒരുമിച്ച്. അഖല, അഖലു, അഖൽതു, അഖൽതും, അഖൽതും, അഖൽന, യഅഖിലു, യഅഖിലൂന. കൈ ഉയർത്തി പറയാം. യഅഖിലു, യഅഖിലൂന, തഅഖിലു, തഅഖിലൂന, അഖിലു, നഅഖിലു. ഓക്കെ. യഅഖിൽ, യഅഖിലൂ, ലാ തഅഖിലു, ലാ തഅഖിലൂ. ആഖിലുൻ, മഖൂലുൻ, അഖ്ലുൻ. അഖ്ലുൻ എന്ന് പറയില്ലേ, അക്കലില്ലാത്ത മനുഷ്യൻ, ബുദ്ധിയില്ലാത്ത, ചിന്തിക്കാത്ത മനുഷ്യൻ നമ്മൾ പറയാറുണ്ട്. ഇതാണ് വാക്ക് അഖ്ലുൻ. ഐനാണ്. ഹിയ അഖലത്, ഹിയ തഅഖിലു, ഹിയ തഅഖിലു. ഇനി ഒരാൾ പറഞ്ഞേ, പറയാത്ത ഒരാൾ പറഞ്ഞേ. സീന ഉണ്ടോ? സീന, സോണി, സോണി ഉണ്ടോ? ആ പറഞ്ഞോ. അക്കൽത്ത്, അക്കൽത്തു, അക്കൽത്തു, അക്കൽന, യഅഖിലു, യഅഖിലൂന, തഅഖിലു, തഅഖിലൂന, അഖിലു, നഅഖിലു. യഅഖിൽ, യഅഖിലൂ, ലാ തഅഖിൽ, ലാ തഅഖിലൂ, ആഖിലുൻ, മഅഖൂലുൻ, അഖലുൻ. ഹിയ അഖലത്, ഹിയ തഅഖിലു. നെക്സ്റ്റ് ഒരാൾ പറഞ്ഞേ. ജസാക്കുമുല്ലാഹ് ഖൈറ, ബറക്കല്ലാഹു ഫീക്കും, അഹ്സൻതും. അഖല, അഖലു, അഖൽത, അഖൽതും, അഖൽതു, അഖൽന, യഅഖിലു, യഅഖിലൂന, തഅഖിലു, തഅഖിലൂന, അഖിലു, നഅഖിലു, യഅഖിൽ, യഅഖിലു, ലാ തഅഖിൽ, ലാ തഅഖിലു, ആഖിലുൻ, മഅഖൂലുൻ, അഖ്ലുൻ. ഹിയ അഖലത്, തഅഖിലു. ഹിയ തഅഖിലു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. ഇനി ആരുണ്ട്? ഞാൻ പറയട്ടെ. അഖലു, അഖൽതും, അഖൽതു, അഖൽന, യഅഖിലു, യഅഖിലൂന, മേലോട്ടൊക്കെ. പറഞ്ഞോ? കേട്ടില്ല. അത് കാണുന്നില്ല സ്ക്രീനിൽ. ഇപ്പൊ കാണുന്നില്ലേ? യഅഖിലു, യഅഖിലൂന, തഅഖിലു, തഅഖിലൂന, അഖിലു, നഅഖിൽ, നഅഖിൽ, യഅഖിലു, യഅഖിലു, യഅഖിൽ, യഅഖിലു. ലാം സുക്കൂനാണ്. യഅഖിൽ, യഅഖിലു, ലാ തഅഖിൽ, ലാ തഅഖിലു, ആഖിലുൻ, മഅഖൂലുൻ, അഖ്ലുൻ. ഹിയ അഖലത്, ഹിയ തഅഖിലു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ, ബറക്കല്ലാഹു ഫീക, അഹ്സൻതി. ഇനി ആർക്ക് പറയാം? അഖലാം ആരെങ്കിലും ഉണ്ടോ? ഷബാന, പിന്നെ ഷബിത, ആരൊക്കെ ഉണ്ട്? അവരൊക്കെ ഗ്രൂപ്പുകളിൽ കുട്ടികൾക്ക് ഇതെല്ലാം എഴുതിപ്പിക്കണം, മസ്റ്റാണ്. എല്ലാവരും ഗ്രാമർ എങ്കിലും എഴുതിയിരിക്കണം. ഈ പോർഷൻസ് ഒക്കെ എഴുതിയിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? ഇതുവരെ ഉള്ളതൊക്കെ മസ്റ്റാണേ. ഓക്കെ. ആർക്ക് പറയാനി? അഖല, അഖല, അഖലു, അഖൽതു, അഖൽതും, അഖൽതു, അഖൽന, യഅഖിലു, യഅഖിലൂന, തഅഖിലു, തഅഖിലൂന, അഖിലു, യഅഖിലു, യഖിൽ, യഖിലു, ലാ തഅഖിൽ, ലാ തഅഖിൽ, ലാ തഅഖിലു, ആഖിലുൻ, മഅഖൂലുൻ, അഖ്ലുൻ. ഹിയ അഖലത്, ഹിയ തഅഖിലു.
അടുത്തൊരാളോട് പറഞ്ഞേ, അടുത്തൊരാളോട്. എക്കോ അടിക്കുന്നുണ്ട്, എന്താണോ? ഒരാളൂടെ ഒന്നുകൂടെ പറഞ്ഞേ അക്കല, എന്നിട്ട് നമുക്ക് ആയത്തുകളിലേക്ക് പോവാമേ. ബക്കറ നോക്കാം ഇൻഷാ അല്ലാഹ്. ബക്കറയുടെ പോർഷൻ നോക്കാവേ. അക്കല ഒന്ന് പറയാൻ പറ്റുമോ? കേൾക്കുന്നില്ലേ? ഒരാളൂടെ പറഞ്ഞേ അക്കല. أكلوا أكلت 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 أكلنا يأكل يأكلون تأكل تأكلون آكل نأكل يأكل يأكلون لا تأكل لا تأكل آكل أقول أقل. പറഞ്ഞോ. പറഞ്ഞു ടീച്ചർ. അപ്പൊ നമുക്ക് ഇനി ഇൻഷാ അല്ലാഹ് ഇതുവരെയുള്ള പോർഷൻസ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിലെ ആയത്തുകളാണ്. നോക്കാവോ? റെഡിയാണോ എല്ലാരും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലത്തിൽ യഹൂദ്. ഖാല അറിയാലേ? ഖാല അല്ലേ? അവൻ പറഞ്ഞു എന്നുള്ള ഖാല. ഖുൽ നീ പറയൂ അല്ലെ? ഖാല അവൻ പറഞ്ഞു. യഹൂദ് ഖാലത്തിൽ യഹൂദ്. യഹൂദ് എന്താണ്? യഹൂദ് ഹൂദൻ അല്ലെ? ജൂതന്മാരാണ് യഹൂദ് എന്ന് നമ്മൾ അറബിയിൽ പറഞ്ഞു. യഹൂദ് എന്ന് പറയുന്നത് എന്താണ്? ജൂതന്മാരാണ് അല്ലെ? ലൈസത്തിൽ നസ്വാറ. നസ്വാറാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യാനികളാണ് അല്ലെ? ക്രിസ്ത്യാനികളാണ്. അലാ ഷൈഇൻ വഖാലത്തിൻ നസ്വാറ. നസ്വാറ ക്രിസ്ത്യാനികൾ. ലൈസത്തിൽ യഹൂദ്. യഹൂദ് ജൂതന്മാർ. അല എന്താണ്? മേൽ. ഷൈഇൻ അത് നമുക്ക് നോക്കാം. വഹും. വഹും എന്താണ്? ഹും അവർ. വഹും യത്ലൂന അവരും എന്നുള്ളതാണ്. വ ആൻഡ് വഹും യത്ലൂനൽ കിതാബ. കിതാബ് എന്താണ്? വേദഗ്രന്ഥം അല്ലെ? വേദഗ്രന്ഥം. കദാലിക. കദാലിക എന്ന് പറഞ്ഞാൽ അപ്രകാരം അല്ലെ? കദാലിക അപ്രകാരം. ഖാലല്ലദീന. ഖാല അവൻ പറഞ്ഞു അല്ലെ? ഖാല നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള പദമാണ്. ഖാല അവൻ പറഞ്ഞു. അല്ലദീന. അല്ലദീന എന്താ അർത്ഥം? ഒരു കൂട്ടർ. ഒരു കൂട്ടർ. ലാ എന്ന് പറഞ്ഞാല് ഇല്ല അല്ല. ഫല്ലാഹു അപ്പോൾ അല്ലാഹു. യൗമ യൗമൽ ഖിയാമത്തി എല്ലാവർക്കും അറിയാം. എന്താണ്? അന്ത്യദിനം അല്ലെ? അന്ത്യദിനം. ഫീമാ അതിലല്ലേ? ഫീ ഇല്ലാണെന്ന് പറയാം. ഫീമാ എന്താണോ അതിൽ. കാനു ഫീഹി യഖ്തലു ഫീഹി എന്താണ്? ഫീഹി എങ്ങനെ വന്നു? ഫീ പ്ലസ് ആണ് ഫീഹി ആയതല്ലേ? അതിൽ അല്ലെ? അവനിൽ എന്ന് പറയും ഇവിടെ. അതിൽ ഫീഹി യഖ്തലിഫൂൻ. എന്താണ്? വമൻ അദ്ലമു. മൻ എന്താ അർത്ഥം? മൻ ആര്. മൻ ആര് അല്ലെ? അല്ലെങ്കിൽ ആരാണോ അവനെന്നും പറയും അല്ലെ? ഇവിടെ മൻ ആര്. ആരാണോ? അദ്ലമു മിമ്മൻ മന. ആരാണോ അവൻ. വീണ്ടും ചോദിക്കും അല്ലെ? മിമ്മൻ. മിൻ പ്ലസ് മൻ ആണ്. മിമ്മൻ എന്തിൽ നിന്ന്? മന മസാജിദ് അല്ലാഹി. മസാജിദ് എന്താ അർത്ഥം? മസ്ജിദിന്റെ ബഹുവചനമാണ് മസാജിദ്. എന്താണ്? മസ്ജിദിന്റെ ബഹുവചനമാണ് മസാജിദ്. മസാജിദ് അല്ലാഹി. അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും തടയുന്നവൻ അല്ലെ? അതിൽ പല അക്രമി ആരുണ്ട് എന്നുള്ള ചോദ്യമാണ്. മസാജിദ് അല്ലാഹി അയ്യുദ്കറ ഫീ ഹസ്മു. അൻ എന്താണ്? എന്ന് അല്ലെ? അയ്യുദ്കറ ഫീ ഹസ്മുഹു. ഫീ ഹസ്മുഹു. ഫീഹ എന്താണ്? അതിൽ. ഫീ ഇല്ലാണ് അല്ലെ? ഫീ ഇൽ. ഫീ അതിൽ. ഇസ്മുഹു
ഇസ്മു എന്ന് പറഞ്ഞാണ് ഇസ്മ നാമം. പേര്, നാമം. മാഷാഅല്ലാ മാഷാഅല്ലാ. ഇസ്മുഹു അവന്റെ നാമം അല്ലെ. ഇസ്മുഹു വസഅ ഫീ ഖറാബിഹ. ഖറാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിക്കലാണ്, ഇടങ്ങേറ് വരുത്തൽ, നശിപ്പിക്കലാണ്. ഉലായിക്ക, ഉലായിക്ക അക്കൂട്ടർ, അക്കൂട്ടർ. മാ കാന ലഹും, അറിയാം, ഇല്ല അല്ല എന്നാവാം, ചോദ്യമാകാം, എന്താണോ ഒന്ന് ഇവിടെ. മാ കാന ലഹും, ലഹും എന്താണ്? ലഹും എന്താണ്? അവർക്കുണ്ട് അല്ലെ. ലഹു ലഹും, ലക ലക്കും, ലീ ലന ലഹ. ലഹു ലഹും, ലഹും അവർക്കുണ്ട്. മറന്നുപോയോ? ഇല്ല, ലഹും അവർക്കുണ്ട് അല്ലെ. അയ്യദ്ഖുലൂഹ, അന്നറിയാം എന്ന് എന്നുള്ളതിന് അയ്യദ്ഖുലൂഹ. അഷ്ഹദു അല്ലാ ഇലാഹ അല്ലെ. അല്ലാ ഇലാഹ, അൻ ചേർത്തിട്ട് നമ്മൾ പറയാറ്. ഇല്ലാ ഖായിഫീന, ഇല്ല എന്താണ്? ഇല്ല, ഇല്ല അർത്ഥം എന്താ? ഒഴികെ, ഒഴികെ. ഇല്ല. മാഷാഅല്ലാ മാഷാഅല്ലാ, അൽഹംദുലില്ലാ. ഇല്ല ഒഴികെ. ലഹും അവർക്കുണ്ട്. ഫിദ്ദുനിയാ, ഫിദ്ദുനിയാ എന്താ അർത്ഥം? ദുനിയാവിലല്ലേ, ദുനിയാവിൽ. വലഹും അവർക്കുണ്ട്, പിന്നെയും പറയണം, അവർക്കുണ്ട്. ഫിൽ ആഖിറതി, ആഖിറത്ത് മറ്റല്ലോ അല്ലെ, പരലോകത്ത്. അദാബുൻ അളീം, അദാബ് അറിയാം, വമ്പിച്ച ശിക്ഷ, അദാബ് ശിക്ഷ, അളീം വമ്പിച്ച ശിക്ഷ. വലില്ലാഹി, പറഞ്ഞേ വലില്ലാഹി. അള്ളാഹുള്ളതാണ്. മാഷാഅല്ലാ മാഷാഅല്ലാ. വലില്ലാഹിൽ മശ്രിഖ്, മശ്രിഖ് എന്താ? ഉദയം അല്ലെ. മശ്രിഖ്, ഇഷ്റാഖ്, മശ്രിഖ് പറയില്ലേ ഉദയം. വൽ മഗ്രിബ് അസ്തമയം. അപ്പൊ അസ്തമയ സ്ഥാനവും ഉദയസ്ഥാനവും എല്ലാം അള്ളാഹുനുള്ളതാണ് അല്ലെ. ഉദയവും അസ്തമയവും, അതായത് കിഴക്കും പടിഞ്ഞാറ്. യഥാർത്ഥത്തിൽ മശ്രിഖ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, മഗ്രിബ് പടിഞ്ഞാറ്. യഥാർത്ഥത്തിൽ ആ പടിഞ്ഞാറ് സ്ഥാനങ്ങളെയാണ് പറയുന്നത്. മശ്രിഖ് കിഴക്ക്, മഗ്രിബ് പടിഞ്ഞാറ്. അപ്പൊ നമ്മൾ അതിനെയാണ് നമ്മളെ നമസ്കാര ടൈം ആക്കി ചേർത്ത് പറയുന്നത് അല്ലെ, മഗ്രിബ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അല്ലെ. ഖുറൂബ്, മഗ്രിബ് കേട്ടോ, ഖുറൂബ്. അപ്പൊ വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. പിന്നെന്താണ്? ഫൈനമാ തുവല്ലു സമ വജ്ഹുല്ലാഹ്, അല്ലാഹ്. ഇന്നല്ലാഹ, പറഞ്ഞേ ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു അല്ലെ. ഇന്നല്ലാഹ് വാസിഉൻ അലീം. അലീം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി അറിയുന്നവനാണല്ലേ. അലീം അറിയുന്നവനാണ്. അടുത്തത് വഖാലു ഇത്തഖദല്ലാഹു വലദ. വലദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്രൻ അല്ലെ, ഒരു പുത്രൻ. വലദ മകൻ. സുബ്ഹാന എന്താണ്? അവൻ എത്ര പരിശുദ്ധൻ അല്ലെ. ലഹു എന്താണ്? അവന് അല്ലെ, അവനുണ്ട്, അവന് മാഫിസ് സമാവാതി വൽ അർദ് എന്താണ്? ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം. മാഫിസ് സമാവാതി വൽ അർദ്, സമാന്റെ ബഹുവചനമാണ് സമാവാത്ത്. അപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും അള്ളാഹുവിനുള്ളതാകുന്നു, ഉള്ളതാകുന്നു. കുല്ലുൻ ലഹു എന്താണ്? കുല്ലുൻ എല്ലാം, ഓരോന്നും അല്ലെ. കുല്ലു എല്ലാം, ഓരോന്ന് പറഞ്ഞ കുല്ലുൻ. ലഹു അവന്, അവന്. ഖാനിത്തൂൻ കീഴൊതുങ്ങുന്നു, ഭയഭക്തിയോടെ വണങ്ങുന്നു, ഒതുങ്ങുന്നു എന്നൊക്കെയാണ്. അത് നമ്മൾ വഴിയെ പഠിക്കും. കൊല്ലില്ല. അപ്പൊ ഈ കാണുന്ന പച്ചകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. സമാവാത്ത് ആകാശം, അർദ് ഭൂമി. ഇതാ, ഇതാ എന്താ അർത്ഥം? അത്. ഇതാ ജാ, ഇതാ ആയാൽ അല്ലെ. ആയാൽ എന്ന് പറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കഴിഞ്ഞ സന്ദർഭം. ഇതാ വന്നാൽ, ആയാൽ നമ്മൾ ഇനി വരുന്ന കാര്യത്തിൽ പറയുന്നത് കേട്ടോ. ഓക്കെ. ഫ ഇന്നമാ നിശ്ചയം മാത്രമാണ്. ഫ അപ്പോൾ മാത്രമാണ്. എന്താണ്? യഖൂലു ലഹു, ലഹു എന്ന് പറഞ്ഞാൽ അവൻ. ആയത്ത് പറയുന്നത് എന്താണ്? അള്ളാഹു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് യഖൂലു കുൻ ഫയകുൻ പറഞ്ഞാൽ മതി അല്ലെ. ഫയഖുൽ അത് പറയേണ്ട താമസമേ ഉള്ളൂ. കുൻ ഫയകുൻ അപ്പോൾ അത് ഉണ്ടായി തീരും എന്നുള്ളതാണ്. ഓക്കെ. വഖാലല്ലദീന, ഖാല അവൻ പറഞ്ഞു, അല്ലദീന അറിയാം ഒരു കൂട്ടർ, ലാ ഇല്ല, യഅലമുന ലാ യഅലമുന ലൗലാ. ലൗ എന്താ അർത്ഥം? എങ്കിൽ. ലൗ, ലൗ എപ്പോ പഠിച്ചു? പറഞ്ഞേ. ലൗ എവിടെ പഠിച്ചു? ഓർമ്മിച്ചേ. മിടുക്കികളാണ് കേട്ടോ. ജസാക്കുമുല്ലാഹ് ഖൈറ. അഹ്സൻതും അഹ്സൻതും അഹ്സൻതും. ഓക്കെ. ലൗലാ യുകല്ലിമുന അല്ലാഹു. ആയാത്തുൻ, ആയത്തുൻ എന്താ അർത്ഥം? ആയത്തുൻ
ദൃഷ്ടാന്തം ആയത്തൊക്കെ ആവാം അല്ലെ? ദൃഷ്ടാന്തം ആയത്തൻ കദാലിക അപ്രകാരം ഓലല്ലദീന അവൻ പറഞ്ഞു ഒരു കൂട്ടർ, അല്ലദീന ഒരു കൂട്ടർ, മിൻ എന്താണ് ഫ്രം അല്ലെ, നിന്ന് ഖൗലിഹിം അവരുടെ വാക്കുകൾ കേട്ടോ. ഖൗലിഹിം ഖുലൂബുഹും, ഖുലൂബ് എന്താണ്? ഖുലൂബുഹും അവരുടെ ഹൃദയം. ഖദ് ബയ്യന്നൽ ആയാത്തി, ആയാത്ത് എന്താണ്? അൽ ആയാത്ത്, ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ. ലി ഖൗമിൻ, ഖൗമു ഒരു ജനത, ജനതയ്ക്ക് വേണ്ടി അല്ലെ, ഖൗമു ജനത. നിശ്ചയമായും നാം, ഇന്നാ മറക്കരുത്. എവിടെ പഠിച്ചു ഇന്ന? പറഞ്ഞേ ഇന്ന. തീർച്ചയായും നാം അർസൽനാക നിനക്ക് നാം അയച്ചു ബിൽ ഹഖ് ബശീറൻ വനദീറ. എന്താണ് ബിൽ ഹഖ്? സത്യവും കൊണ്ട് അല്ലെ, സത്യം കൊണ്ട്, ബഷീറ സന്തോഷ വാർത്ത അറിയിക്കുന്നു അല്ലെ, നദീർ മുന്നറിയിപ്പ് നൽകുന്നതും അല്ലെ. സന്തോഷ വാർത്തയും മുന്നറിയിപ്പും ഒക്കെ നരകം കൊണ്ടും സ്വർഗം കൊണ്ടും നരകം കൊണ്ടൊക്കെ മുന്നറിയിപ്പ് സത്യം കൊണ്ട് വന്നവനാണ് അല്ലെ. വല ഇല്ല അല്ല അൻ അസ്ഹാബിൽ ജഹീം വലാ തുസ്അലു അവരോട് ചോദിക്കപ്പെടുകയില്ല. അൻ എന്തിനെ കുറിച്ച്? അൻ എന്താണ്? അൻ അർത്ഥം കുറിച്ച്, സംബന്ധിച്ച്. അസ്ഹാബിൽ ജഹീം നിങ്ങൾക്കറിയാമോ അസ്ഹാബ് ആരാണ്? സ്വാഹിബിന്റെ ബഹുവചനമാണ് അസ്ഹാബ്, ആൾക്കാർ, കൂട്ടുകാർ. ജഹീം നരകം. അപ്പൊ നരകത്തിന്റെ ആൾക്കാരെ പറ്റി നിന്നോട് ചോദിക്കപ്പെടുകയില്ല. ഓക്കെ, അപ്പോ കണ്ട ഇത്രയും പച്ചകൾ നമ്മൾ തെളിഞ്ഞു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓക്കെ, ഒരു പേജ് എടുത്താൽ നമുക്ക് എത്ര വാക്കുകൾ അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ യൂണിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ പഠന പുരോഗതി ഒരു പേജില് 48.7% നമുക്ക് അറിയാൻ പറ്റും. അതായത് ഒരു പേജ് എടുത്താൽ 62 വാക്കുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളിത് എണ്ണി നോക്കണം. നിങ്ങളിന്ന് ഇത്രയ്ക്ക് എനിക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ പേജ് എടുക്കുക, ബക്കറയുടെ ഈ പേജ് എടുക്കുക, എണ്ണുക, എത്ര വാക്കുകൾ അറിയും എന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതുക. ഓരോ ആഴ്ച കഴിയും തോറും നമ്മുടെ പഠന പുരോഗതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അർത്ഥം മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി കൊണ്ട് തന്നെ വെറുതെ ഒരുപാട് ഓതി വെക്കലല്ല നമ്മുടെ സിസ്റ്റം. വായിക്കുന്ന ഒരായത്താണെങ്കിൽ ആയത്ത് അതിൽ എത്ര വാക്ക് നമ്മൾ അറിയും. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ സിസ്റ്റം അല്ലെ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമ്മൾ ഒരു പേജിൽ, അതായത് നമ്മുടെ മൊത്തം ഖുർആനിലെ വാക്ക് 77,500 ആണ്. പക്ഷെ നമ്മളിപ്പോ 37,788 വാക്കുകൾ എത്തിക്കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. കൂടുതൽ പഠിക്കാനും ഖുർആൻ യഥാവിധി മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഈ പഠിക്കുന്ന അറിവ് നാഫിയായ ഇൽമാക്കി എല്ലാവരിലും എല്ലാ ജനങ്ങളിലും എത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡാവുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വ നതൂബു ഇലൈക്. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد لا إله إلا أنت نستغفرك ونتوب إليك. يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ആമീൻ വയ്യാക്കും. അപ്പം റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ.